നമുക്ക് കുറച്ച് ഔഷധ സസ്യങ്ങൾ പരിചയപ്പെടാം. നമ്മുടെ കൂടെയുള്ളത് ഗുരുക്കൾ വിജിത്താണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് ഔഷധ സസ്യങ്ങളുടെ കലവറ സൃഷ്ടിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ഇത്തരത്തിൽ ഒരു ഔഷധ സസ്യങ്ങൾ കലവറ ഉണ്ടാക്കാനുള്ള ഒരു പ്രചോദനം ഉണ്ടായിരുന്നു? കളരിയാണ് പ്രചോദനമായിട്ട് ഉണ്ടായത്. എന്നുവെച്ചാൽ കളരിയിലെ ഗുരുക്കൾ അദ്ദേഹം മരണപ്പെട്ടുപോയി. അപ്പോൾ ബാലകൃഷ്ണൻ എന്ന അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ അദ്ദേഹം ഒരു തൈലം നിർമ്മിക്കാനുള്ള ഒരു ഔഷധ കൂട്ട് പറഞ്ഞു തന്നു. അപ്പോൾ അതിലുള്ള ഔഷധ സസ്യങ്ങൾ കുറച്ച് ഔഷധ സസ്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അത് സംഘടിപ്പിക്കാനുള്ളൊരു ശ്രമം നടത്തി. അങ്ങനെയാണ് ഇതിനോടുള്ളൊരു താല്പര്യം വന്നത്. എന്തൊക്കെ ഔഷധങ്ങളാണുള്ളതിൽ? ഇതിൽ ഒരുപാട് ഔഷധ സസ്യങ്ങളുണ്ട്. ഇപ്പോൾ റെയറായിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. നാഗവയമ്പ്, നാലിലൈ നാഗം, രുദ്രാക്ഷം, മൂന്നുമുഖ രുദ്രാക്ഷം, ഓരോന്നിലും വെറൈറ്റി ആയിട്ടുള്ള സസ്യങ്ങളുണ്ട്. ഇപ്പം മുത്തുൽ, വല്ലറ എന്ന് പറയുന്ന മുത്തുൽ, ബ്രഹ്മി എന്നെല്ലാം പറയും. അത് തന്നെ 7ഓളം വെറൈറ്റികളുണ്ട്. അപ്പോൾ ഒന്നിൽ തന്നെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഔഷധസസ്യങ്ങളുണ്ട്. പരണ്ട, ചങ്ങലം പരണ്ട 3 വെറൈറ്റി ഉണ്ട്. ഉരുണ്ടത്, ചതുരപ്പരണ്ട, പട്ടപ്പരണ്ട. അപ്പോൾ ഓരോ നമ്മുടെ ശരീരത്തിൻ്റെ അസ്ഥിക്ക് അനുസരിച്ചിട്ടാണ് ഈ സസ്യത്തിൻ്റെ ഷേപ്പ്. അപ്പോൾ ഈ ഓരോ അസ്ഥിക്ക് ഭംഗം വരുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ ഷേപ്പുള്ള ഈ പരണ്ട എടുത്ത് ഉപയോഗിക്കുമ്പോൾ കൂടുതൽ ഗുണം കിട്ടും. അസ്ഥി ശൃംഖല എന്നാണ് അതിൻ്റെ സംസ്കൃതത്തിലുള്ള പേര്. വെറൈറ്റി സാധനങ്ങളൊക്കെ നമുക്ക് പേര് എടുത്തു പറയാൻ പറ്റുന്ന ഏതൊക്കെയാണ്? 17ഓളം തുളസികളുണ്ട്. പിന്നെ നക്ഷത്ര വൃക്ഷങ്ങളുണ്ട്. പുത്രൻ ജീവ, ഭൂതം കൊല്ലി, രുദ്രാക്ഷം, ഭദ്രാക്ഷം, 5 മുഖ രുദ്രാക്ഷം, പിന്നെ 3 മുഖ രുദ്രാക്ഷം ഉണ്ട്. മക്കോട്ട ദേവ, കർപ്പൂരമരം, പച്ചക്കർപ്പൂരം, കിരിയാത്തിൽ 4ഓളം വെറൈറ്റികളുണ്ട്. കാട്ടുകിരിയാത്ത്, നീലക്കിരിയാത്ത്, വള്ളിക്കിരിയാത്ത്, നാടൻ കിരിയാത്ത്, ചെങ്ങനീർ കിഴങ്ങ്, കാട്ടു ചെങ്ങനീർ കിഴങ്ങ്, ഇങ്ങനെ ഒരുപാട് സസ്യങ്ങളുണ്ട്. വീടിന് ചുറ്റും ഒരു കലവറ തന്നെയാണ്. അപ്പോൾ എത്ര വർഷം എടുത്തിട്ടാണ് ഇത് സൃഷ്ടിച്ചിരിക്കുന്നത്? ഒരു 14-15 വർഷത്തോളമായി ഉണ്ടാവും ഇപ്പം ഇത് ഔഷധസസ്യങ്ങൾ ഇങ്ങനെ നടന്നു തുടങ്ങിയിട്ട്. കളരിയുമായിട്ട് ബന്ധപ്പെട്ടത് എങ്ങനെയാണ്? അതിൻ്റെ ഒരു ഉപയോഗം എങ്ങനെയാണ്? കളരിയിൽ ഔഷധങ്ങളെ കുറിച്ച് അറിഞ്ഞിരിക്കണം. നമ്മളിപ്പം കളരിയിൽ പൂത്തറൻ്റെ മുകളിൽ ഒരു ദൈവിക സങ്കല്പമാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ ചില ഔഷധസസ്യങ്ങൾ വെച്ചിട്ടാണ് വിളക്കും ഇതെല്ലാം വെക്കുക. അപ്പോൾ അതെന്ന് വെച്ചാൽ കളരിയിൽ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട്. കളരിയിൽ നമ്മൾ പരിശീലിക്കുന്ന സമയത്ത് അപകടങ്ങളെല്ലാം വരാൻ സാധ്യതയുണ്ട്. ചിലപ്പം ബോധം പോവാം, അല്ലെങ്കിൽ മുറിവുകൾ പറ്റാം, അല്ലെങ്കിൽ അസ്ഥികൾക്ക് ഭംഗം വരാം. അപ്പോൾ അതിനെല്ലാം മരുന്നുകൾ അറിഞ്ഞിരിക്കണം. ബോധം പോയാൽ എന്ത് മരുന്നാണ് നമ്മൾ ഉപയോഗിക്കുക, അതിനെല്ലാം മരുന്നുകളുണ്ട്. അപ്പോൾ അതിൻ്റെ നീര് മൂക്കിലിറ്റിച്ച് കഴിഞ്ഞാൽ ബോധം വരും. അപ്പോൾ അതിനെല്ലാം അറിഞ്ഞിരിക്കണം. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് സസ്യങ്ങളുണ്ട് അതിനുള്ള. വിജിത്ത് എല്ലാവർക്കും ഒരു മാതൃകയാണ്. ക്യാമറമാൻ എ അനുരാഗിനൊപ്പം ലക്ഷ്മി പ്രിയ, അമൃത ന്യൂസ്, കോഴിക്കോട്.